Hello everyone. Welcome to another session of previous year question paper analysis by Prepwise. So in the session we will be discussing +1 sociology previous year paper. So basically we'll be analyzing the nature of the questions, how the answer should be, and how marks are divided in each sections. So let's have a look at the paper. Yeah, there are some general instructions for the candidate. നിങ്ങൾക്ക് തന്നിട്ടുള്ള കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിക്കുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് നോക്കുക. Okay, and also how detailed you should write the answer. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാനുള്ള ഒരു ടൈമാണ് ഇനീഷ്യൽ. So follow those instructions. Let's go to the question paper directly. So first section of questions വരുന്നത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ any 2 questions from 1 to 4. ആദ്യത്തെ 4 ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം മാത്രമേ നിങ്ങൾ എഴുതേണ്ടതുള്ളൂ. We'll be discussing all 4 and each question carries 1 mark. 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് ഈ സെക്ഷനിൽ സ്കോർ ചെയ്യാൻ പറ്റുക 2 മാർക്ക്. So first question is a fill in the blank question. 1 to 4 1 to 4 is fill in the blank questions. Fill in the blank question only. So first question is related to education. ഒരു figure അവിടെ തന്നിട്ടുണ്ട്. Education, formal education, and another section is blank. അപ്പോൾ നമുക്കറിയാം അവിടെ ഉദ്ദേശിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ അവർ ക്ലാസ്സസ് ഓൾസോ. നിങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്തായാലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത്. ഫോർമൽ എഡ്യൂക്കേഷൻ വി നോ, സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഫോർമലി പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് ഫോർമൽ എഡ്യൂക്കേഷന്റെ സെക്ഷനിൽ വരുന്നതാണ്. സോ ഒബ്വിയസ്ലി ദ നെക്സ്റ്റ് കോളം വിൽ ബി ഫിൽഡ് ബൈ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. അതായത് സ്കൂൾ എഡ്യൂക്കേഷന് പുറത്ത് നമ്മൾ നേടുന്ന എല്ലാ വിദ്യാഭ്യാസങ്ങളും, നമ്മൾ സറൗണ്ടിങ്സിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് മീഡിയത്തിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എന്ത് നമ്മൾ പറയും, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. സോ സെക്കൻഡ് കോളത്തിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ്, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ വെച്ചിട്ടാണ്. സോ ദ ഫസ്റ്റ് ആൻസർ ഇസ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Man exercises authority and dominance in dash type of family. So അറിയാം നമ്മൾ we know different types of family kinship marriage related ആയിട്ടുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഷ്യോളജിയുടെ ഫസ്റ്റ് പാർട്ടിൽ ഇൻട്രൊഡ്യൂസിങ് സൊസൈറ്റി. ഐ തിങ്ക് ഇറ്റ്സ് ഇൻട്രൊഡ്യൂസിങ് സോഷ്യോളജിയിൽ. അപ്പം അതിൽ നിങ്ങൾക്കറിയാം ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് അതോറിറ്റി ആൻഡ് ഡോമിനൻസ്. മാൻ എക്സസൈസസ് അതോറിറ്റി ആൻഡ് ഡോമിനൻസ്. അതോറിറ്റി ആൻഡ് ഡോമിനൻസ് റിലേറ്റഡ് ആണ്. We have studied various kind of families, various types of families like patriarchal family, matriarchal family, matrilineal. ഇതൊക്കെ ലൊക്കാലിറ്റിയും അതുപോലെ തന്നെ ലിനിയേജ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അനലൈസ് ചെയ്തിട്ട്. അതിന് പുറത്ത് we have discussed about joint family, nuclear family, extended family, etc. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് അതോറിറ്റി ആൻഡ് ഡോമിനൻസിന്റെ ബേസിസിലാണ്. എങ്ങനെയാണ് മാൻ എക്സസൈസസ് അതോറിറ്റി ആൻഡ് ഡോമിനൻസ്. ആൻഡ് ഓഫ് കോഴ്സ് ദ ആൻസർ ഇസ് patriarchal family. കാരണം അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. Patriarchal family is where man exercises authority and dominance. Let's have a look at the third question. The application of one's own cultural values in evaluating the behavior and beliefs of people from other culture is known as dash. So നമ്മൾ elaborate ആയിട്ട് ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. In your sociology book also there is an elaborated chapter related to culture, different cultural settings, various concepts related to culture. There we have discussed about ethnocentrism and cosmopolitanism. And cosmopolitanism പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു where various cultures are celebrated, where various cultures come together. Such kind of societies ആണ് നമ്മൾ cosmopolitan society എന്ന് പറയുന്നത്. The question here is the application of one's own cultural values in evaluating the behavior and beliefs of people from other culture. Like പ്രജഡിസോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറാണ് സുപ്പീരിയർ എന്ന വിചാരത്തോടുകൂടി നമ്മൾ നോക്കുന്ന കൺസെപ്റ്റിന് നമ്മൾ എന്ത് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്, എത്നോസെൻട്രിസം, റൈറ്റ്? സോ ഹിയർ ദ ആൻസർ ഇസ് എത്നോസെൻട്രിസം. മൂവിംഗ് ഓൺ. മോർസ് കസ്റ്റംസ് ആർ ഡാഷ് dimensions of culture. സോ കൾച്ചറിന്റെ ഭാഗത്ത് there are 3 different dimensions of culture which is discussed. One is cognitive. Cognitive is all related to the way you see things, the way you feel things, the way you understand things, etc. Whereas material is entirely related to material things. Culture related ആയിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ എന്താണ് പറയാ, ഫോർ എക്സാമ്പിൾ കാർസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഉൽപ്പന്നങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നതിലാണ് നമ്മൾ മെറ്റീരിയൽ കൾച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മെറ്റീരിയൽ ഡയമെൻഷൻസ് ഓഫ് കൾച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഹിയർ ദ ക്വസ്റ്റ്യൻസ് ഇസ് റിലേറ്റഡ് ടു മോർസ് കസ്റ്റംസ്. ആൻഡ് ഓഫ് കോഴ്സ് മോർസ് ആൻഡ് കസ്റ്റംസ് ഏതിൽ വരുന്നതാണ്, normative dimensions of culture വരുന്നതാണ്. So here the answer is normative dimension. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി I have given the answers also in the side. So later on if you're going through things or if you're taking down notes, അപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ആൻസർ കീസ് ആണ്. I have given it for every other question also. So let's have a look at the
Next question. So first section നമ്മൾ cover ചെയ്തു. First sectionൽ നമ്മൾ പറഞ്ഞതുപോലെ it's like 1 mark questions. ഇവിടെ നിങ്ങൾ 2 questions എഴുതിയാൽ മതി. Second section is basically questions which carries 2 marks. ഓരോ ആൻസറിനും 2 മാർക്കാണ് ഈ സെക്ഷനിൽ ഉണ്ടാവുക. And there are almost 8 questions, 5 to 12 ഉള്ള questions ആണ് ഈ സെക്ഷനിൽ ഉള്ളത്. ഈ സെക്ഷനിൽ നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആർ ജസ്റ്റ് 4 ക്വസ്റ്റ്യൻസ്. 4 ക്വസ്റ്റ്യൻസിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി, വിച്ച് ക്യാരീസ് 2 മാർക്സ്, വിച്ച് മേക്സ് ഇറ്റ് 8 ഇൻ ടോട്ടൽ. സോ ഫസ്റ്റ് സെക്ഷനിൽ 4 ആയി, 2 ആയി, ഇവിടെ 8 മാർക്സ്. സോ ടോട്ടൽ 10 മാർക്സ് ആയി. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സൈക്കോളജി? സോഷ്യോളജി, ഇൻട്രൊഡ്യൂസിംഗ് സോഷ്യോളജി എന്നുള്ള പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ യു ഹാവ് സീൻ ഡീലിംഗ് വിത്ത് വേരിയസ് അതർ സബ്ജക്ട്സ് ഓൾസോ. ദ കണക്ഷൻ ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് സൈക്കോളജി, sociology and anthropology, sociology and political science, okay, sociology and history, and we know that every other social sciences are related. So our section ninnu vanna question aanu fifth question, which carries 2 marks. Appam 2 mark inde oru question aambam swabhavigayittum first section le it was 1 mark question, also fill in the blanks aayirunno. Appo nammal one word ezhudhiya madi. 2 marks inde question aambam what we should look is that nammal 2 points ezhudan nokka, whatever related to the question. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് സൈക്കോളജി. സോ യു ക്യാൻ റൈറ്റ് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി, സൊസൈറ്റി ആസ് എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇനി അതല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്രിസ്പായിട്ട് എഴുതണമെങ്കിൽ ഹാവ് റിട്ടൺ ഇറ്റ് ഓവർ ഹിയർ, സയൻസ് ഓഫ് ബിഹേവിയർ. സോ സൈക്കോളജി ഈസ് സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ക്യൂരിയസ് അബൌട്ട് ഹെർ ഓർ ഹിസ് ഇന്റലിജൻസ് ആൻഡ് ലേണിംഗ് എബിലിറ്റീസ്, മോട്ടീവ്സ്. അതായത് പിന്നെ സയൻസ് വിച്ച് ഇസ് ക്യൂരിയസ് അബൌട്ട് ഹെർ ഓർ ഹിസ് ഇന്റലിജൻസ് ആൻഡ് ലേണിംഗ് എബിലിറ്റീസ്, മോട്ടീവ്സ് ആൻഡ് മെമ്മറീസ്, നെർവസ് സിസ്റ്റം. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷനിലെ ആൻസേഴ്സിനെ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്നുള്ളത് 2 മാർക്ക് ക്യാരി ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ 2 പോയിന്റ്സ് ഉൾപ്പെടുത്താൻ നോക്കുക. അത് നിങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുണം എന്നുള്ളത് ടീച്ചേഴ്സ് ഒന്നുകൂടെ പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിന് നിങ്ങൾക്ക് മാർക്ക് വരും. സോ ദാറ്റ് വിൽ ബി എ ബെറ്റർ ചോയ്സ്. അതുകൊണ്ടാണ് ഞാൻ പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഡിഫൈൻ ദ ടേം റോൾ. റോൾ, സ്റ്റാറ്റസ്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ പ്രസ്റ്റീജ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അഗെയിൻ ഇറ്റ്സ് ദെയർ ഇൻ യുവർ ഫസ്റ്റ് പാർട്ട്, ഇൻട്രൊഡ്യൂസിങ് സൊസൈറ്റി എന്നുള്ള പാർട്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. So the answer again, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പോയിന്റ്. It's a 2 mark question, so you have to write 2 points. Role is the behavioral aspect of status, the behavior that society expected from an individual. റോളിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് റോൾ? റോൾ എന്ന് പറയുന്നത് ബിഹേവിയറൽ ആസ്പെക്ട് ആണ്. എവറി സ്റ്റാറ്റസിന് അതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റോൾ ഉണ്ടാവും. യു ഹാവ് ഡിസ്കസ് ദാറ്റ് ഓൾസോ. സോ ആ രീതിയിൽ വേണം നിങ്ങൾ ഈ ക്വസ്റ്റ്യനെ സമീപിക്കാൻ വേണ്ടി. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അവിടെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡിഫൈൻ ദ ടേം റോൾ. അപ്പം റോൾ എന്നുള്ള ടേമിനെ മാത്രം നിങ്ങൾ ഡിഫൈൻ ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേ സെക്ഷൻ അഗെയിൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ന്യൂക്ലിയർ ഫാമിലി. സോ again the family section we have discussed what is family, different kinds of family. We know joint family is there with a lot of members, you know, parents, grandparents, extended family is there. അതേപോലെ ന്യൂക്ലിയർ ഫാമിലി ഓൾസോ we have discussed. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിനെ ഡിഫൈൻ ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഈ ഒരു സെക്ഷനിൽ വരുന്നുള്ളൂ. സോ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ വാട്ട് ഇസ് ന്യൂക്ലിയർ ഫാമിലി, എന്താണ് ന്യൂക്ലിയർ ഫാമിലി എന്നുള്ളത് എഴുതി വെച്ചാൽ മതി. ആൻഡ് ഇറ്റ്സ് വെരി മച്ച് ഡയറക്റ്റ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. So the answer is nuclear family is a durable association of husband and wife with or without children. ഇത്ര മാത്രമേ നിങ്ങൾ എഴുതേണ്ട കാര്യമുള്ളൂ. അതായത് അതിന് ഡെഫിനിഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. സോ ദാറ്റ്സ് ബെറ്റർ ടു റൈറ്റ് ഇറ്റ് ഡൗൺ ലൈക്ക് ദാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഗിവ് 1 ഡെഫിനിഷൻ ഫോർ കൾച്ചർ. സോ കൾച്ചറിന്റെ പാർട്ട് നമ്മൾ എടുത്തപ്പോൾ ആൻഡ് you can go through your textbook also, you can see various scholarly definitions given to culture. കാരണം കൾച്ചറിന് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ we have discussed. You can go through the textbook also. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ there are various definitions given in the textbook. സോ അതിന് ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ ട്രൈ ടു റൈറ്റ് ഇറ്റ് ഡൗൺ. കാരണം ഏതെങ്കിലും കോൺസെപ്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓഫ് കോഴ്സ് there are lot of definition given in your textbook. സോ അത് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. അപ്പം ഇവിടെ ഓൺ ദ ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് കാണാം ബ്രോണിസ്ലോ മാലിനോസ്കിയുടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. കൾച്ചർ കോംപ്രസസ് ഇൻഹെറിറ്റഡ് ആർട്ടിഫാക്ട്സ്, ഗുഡ്സ്, ടെക്നിക്കൽ പ്രോസസ്സസ്, ഐഡിയാസ്, ഹാബിറ്റ്സ് ആൻഡ് വാല്യൂസ്. അത് കൂടാതെ ഇ.ബി. ടൈലറിന്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. കൾച്ചർ ഓർ സിവിലൈസേഷൻ ഇൻ ഇറ്റ്സ് ബ്രോഡ് ആന്ത്രോപോളജിക്കൽ ഡെഫിനിഷൻ refers to the complex whole of knowledge, belief, art, morals, law, tradition and any other talents and habits acquired by man as a member of society. ഇതെന്ന് പറയുന്നത് സ്കോളർലി ഡെഫിനിഷൻസ് ആണ്.
ഇനി സ്കോളർലി ഡെഫിനിഷൻസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പാഠം പഠിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് കൾച്ചർ ഈസ്. കൾച്ചർ എന്നുള്ളൊരു ഹോൾ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. ഒരു പക്ഷേ കാരണം ഇവിടെ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടൊന്നുമില്ല ഗിവ് വൺ ഡെഫിനിഷൻ ഫോർ കൾച്ചർ എന്നുള്ളത്. അപ്പം സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ഒരു പക്ഷേ ഈ പറയുന്ന സ്കോളേഴ്സിൻ്റെ ഡയറക്റ്റ്ലി അതേപോലെ എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് എഴുതി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സെക്ഷനിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് എ 2 മാർക്ക് ക്വസ്റ്റ്യൻ. മൂവിങ് ഓൺ, നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു 12th ക്വസ്റ്റ്യൻ വരെ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ റിസർച്ച് മെത്തഡോളജീസ് പഠിച്ചിട്ടുണ്ട്. ഇൻ ദ സെക്ഷൻ റിസർച്ച് മെത്തഡോളജി ഫസ്റ്റ് ബുക്കിലെ ലാസ്റ്റ് സെക്ഷനിൽ വരുന്ന റിസർച്ച് മെത്തഡോളജിയിൽ ഇന്റർവ്യൂ ആസ് എ ടൂൾ ഫോർ ഡൂയിങ് റിസർച്ച് ഇസ് ദെയർ. അപ്പം ആ ഒരു ഡിസ്കഷൻ വെച്ചിട്ട് വാട്ട് ഈസ് ഇന്റർവ്യൂ അല്ലെങ്കിൽ വാട്ട് ഈസ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്താൽ അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് നിങ്ങൾ ഇലാബറേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ബിക്കോസ് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ഈ എ ബിയിൽ നിങ്ങൾ എയും ബിയും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. വാട്ട് ഈസ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ എ എഴുതിയാൽ മതി അല്ലെങ്കിൽ ബി എഴുതിയാൽ മതി. അപ് ടു യു പീപ്പിൾ. ലൈക്ക് എ എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് കോൺവെർസേഷൻ ബിറ്റ്വീൻ എ റിസർച്ചർ ആൻഡ് എ റെസ്പോണ്ടന്റ്. അത് വാട്ട് ഈസ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂനുള്ള ആൻസർ ആണ്. കാരണം ഇവിടെ നിങ്ങളോട് ഇലാബറേറ്റ് ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ആൻസർ ആയാലും അതേപോലെ തന്നെയാണ്. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഇസ് വൺ ഇൻ വിച്ച് ദ ഇന്റർവ്യൂവർ ഫോളോസ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് that has been pre-written. It's essentially a self-administered questionnaire with open or closed questions or a combination of both. ഇത് കുറച്ചുകൂടെ ഇലാബറേറ്റഡ് ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ദ ഐഡിയ ഇസ് സെയിം. എ നോക്കിക്കഴിഞ്ഞാലും ബി നോക്കിക്കഴിഞ്ഞാലും പറയുന്ന കാര്യങ്ങൾ സെയിം തന്നെയാണ്. ബിയിൽ കുറച്ചുകൂടെ എന്താണ് ഇലാബറേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബി എഴുതുന്നതായിരിക്കും ഒരു പക്ഷേ ഭംഗി. പക്ഷേ അതേസമയം നിങ്ങൾ എ എഴുതി കഴിഞ്ഞാലും യു വിൽ ഗെറ്റ് ദ സെയിം മാർക്ക്. കാരണം ഇറ്റ്സ് ജസ്റ്റ് എ 2 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ 2 മാർക്കിന്റെ അതാകുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എ ഗുഡ് ആൻസർ റൈറ്റർ ഇസ് ദ വൺ ഹൂ നോസ് ഹൗ ടു സ്റ്റാർട്ട് ആൻഡ് ഹൗ ടു എൻഡ്. നമ്മൾ ഒരുപാട് വലിച്ചെഴുതേണ്ട ആവശ്യമില്ല. Next question is, what is meant by ecology? Again, a direct question from your textbook. So, physical and biological systems and process of which human being are one element. Very direct answer ആണ്. അതുപോലെ തന്നെ ആ ടോപ്പിക്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് റെലവെന്റ് തോന്നുന്ന വേറെ പോയിന്റ്സ് എഴുതി കഴിഞ്ഞാലും യു വിൽ ഗെറ്റ് ദ മാർക്ക്. സോ അതിനെ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവണ്ട. വാട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇസ് ഓരോ സെക്ഷനിൽ നമ്മൾ പോകുമ്പോഴും ആ സെക്ഷൻ എന്താണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ക്ലാരിറ്റി വരുന്നത്. കാരണം അതിനാണ് നിങ്ങൾ ഇനീഷ്യലി നിങ്ങൾക്ക് കിട്ടുന്ന കൂൾ ഓഫ് ടൈം ഉപയോഗിക്കേണ്ടത്. ഹിയർ ഈസ് ജസ്റ്റ് വാട്ട് ഈസ് മെൻ ബൈ ഇക്കോളജി എന്ന് മാത്രമാണ്. അതിന്റെ കൂടെ ഒരു പക്ഷേ സബ്സ്റ്റാൻഷിയേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്കും മാറും, നിങ്ങൾ എഴുതേണ്ട രീതിയും മാറും അല്ലെ. അപ്പം ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇലാബറേറ്റ് ചെയ്തിട്ട് ഇക്കോളജി എന്താണ്, ഇക്കോളജിയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം ആഡ് ഓൺ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ഇറ്റ്സ് ജസ്റ്റ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ഇക്കോളജി. ആൻഡ് അതേപോലെ തന്നെ ഈ സെക്ഷന്റെ ഒരു പ്രത്യേകത ഉള്ള പോലെ ഈ ക്വസ്റ്റ്യനും 2 മാർക്ക് മാത്രമാണ് ക്യാരി ചെയ്യുന്നത്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. മൂവിങ് ഓൺ, ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ ഇൻ ദ സെക്ഷൻ. അപ്പൊ ആ സെക്ഷനിലെ ലാസ്റ്റ് 2 ചോദ്യങ്ങളാണ്. വാട്ട് യു മീൻ ബൈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ? എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ? അതിന് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ത്രൂ ഔട്ട് 2 പുസ്തകങ്ങളിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ ഇൻട്രൊഡ്യൂസിങ് സൊസൈറ്റി ആവട്ടെ, ഇൻട്രൊഡ്യൂസിങ് സോഷ്യോളജി ആവട്ടെ, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി ആവട്ടെ, 2 സെക്ഷനിലും വി ഹാവ് ബീൻ ഡിസ്കസിങ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ബിക്കോസ് ഇറ്റ്സ് വെരി മച്ച് എ ടോപ്പിക് കണക്റ്റഡ് ടു എവറി സൊസൈറ്റി, എവറി അതർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം അതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഗെയിൻ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ 2 പോയിന്റ്സ്. ഇനിയിപ്പോ 2 പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിലും ഒരു 1 സെന്റൻസിൽ എഴുതി കഴിഞ്ഞാലും ദാറ്റ് ഇസ് എനഫ്. സോ അതിന്റെ ആൻസർ എന്നുള്ളത് ഇറ്റ്സ് ഗിവൻ ദ എക്സിസ്റ്റൻസ് ഓഫ് സ്ട്രക്ചേർഡ് ഇൻഇക്വിറ്റീസ് ഇൻ സൊസൈറ്റി. അതേപോലെ തന്നെ ഡിവിഷൻ ഓഫ് സൊസൈറ്റി ഇൻ ടു ഡിഫറെന്റ് സ്ട്രാറ്റ. അത് നിങ്ങൾ ഇനിയിപ്പം ഇത് മിക്സ് ചെയ്ത് എഴുതാന്ന് വിചാരിച്ചോളൂ. ലൈക്ക് ഇറ്റ്സ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇസ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി ഇൻ ടു ഡിഫറെന്റ് സ്ട്രാറ്റ ആൻഡ് in such societies we can see structured inequities. ഈ രീതിയിൽ നമ്മൾ ഒരു 1 സെന്റൻസ് ആയിട്ട് എഴുതി കഴിഞ്ഞാലും പ്രശ്നമില്ല. ഇനി അല്ല 2 പോയിന്റ്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഗുണം എന്നുള്ളത് ബോർഡ് എക്സാം ആയതുകൊണ്ട് പോയിന്റ് വൈസ് ആയിരിക്കും നിങ്ങൾക്ക് മാർക്ക് ചെയ്യുക. അപ്പം പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾ എഴുതുമ്പോൾ പെട്ടെന്ന് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചേഴ്സിന് മാർക്ക് ഇടാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് define the term social order. Again a very direct question. So define social order എന്ന് പറയുമ്പോൾ resist and regulate social changes. Social change എന്നുള്ള സെക്ഷനിലാണ് social order വരുന്നത്. So how certain society maintains its order by not allowing it to change. സമൂഹത്തിൽ മാറ്റം വരാതെ എങ്ങനെയാണ് ഓരോ സമൂഹവും അതിന്റെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ സമൂഹം നിലനിന്ന് പോകുന്നത്. ആ നിലനിന്ന് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യമാണെന്ത്
social order. So അതിന്റെ ആൻസർ എന്നുള്ളത് resist and regulate social changes. That's what social order do in the society. Moving on to the next section. So first section was of 1 mark. Second section എത്തിയപ്പോൾ അത് 2 mark ആയി. തേർഡ് സെക്ഷൻ 3 മാർക്കാണ്. ആൻഡ് ഈ സെക്ഷനിൽ നിങ്ങൾ 3 ക്വസ്റ്റ്യൻ മാത്രമേ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. ദർ വിൽ ബി 6 ക്വസ്റ്റ്യൻ ഇൻ ടോട്ടൽ. അതിൽ 3 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾക്ക് എഴുതിയാൽ മതി. കാരണം എക്സാം വളരെ ലിബറൽ ആയിട്ടാണ് ഇവിടെ നടക്കുന്നത്. കാരണം നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക് ഇനിയിപ്പോൾ മിസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റും. കാരണം പകുതി കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ പകുതി മാത്രമേ നിങ്ങളോട് ആൻസർ ചെയ്യാൻ പറയുന്നു. സോ 3 ക്വസ്റ്റ്യൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന് അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതിയിൽ കൈൻഡ് ഓഫ് ചേഞ്ച് വരും. കുറച്ചും കൂടെ നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് എഴുതേണ്ട ഒരു ആവശ്യം വരും. കാരണം 3 മാർക്കിൻ്റെതാണ്. സോ ബേസിക്കലി മിനിമം ഒരു 3 പോയിന്റ്സ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റണം ഇങ്ങനെയുള്ള ആൻസർ എഴുതുമ്പോൾ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് സോഷ്യൽ ഇമാജിനേഷൻ? ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, 1 മാർക്ക് ആ കൺസെപ്റ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എക്സ്പ്ലെയിൻ സോഷ്യൽ ഇമാജിനേഷൻ. എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. വാട്ട് ഈസ് സോഷ്യൽ ഇമാജിനേഷൻ എന്ന് കൊടുത്ത് നമ്മൾ എന്താ സെക്കൻഡ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചിരുന്നെങ്കിൽ വാട്ട് ഈസ് സോഷ്യൽ ഇമാജിനേഷൻ നമുക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ എക്സ്പ്ലെയിൻ സോഷ്യൽ ഇമാജിനേഷൻ എന്നാണ്. അപ്പം ആ ഒരു ആൻസറിനാണ് കുറച്ചും കൂടെ വെയിറ്റ് കൂടുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ബിക്കോസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പേര് മാത്രമാണ്. അതിനൊരു പക്ഷേ 1/2 മാർക്കോ അല്ലെങ്കിൽ 3/4 മാർക്കോ അല്ലെങ്കിൽ 1 മാർക്കോ മാക്സിമം മാത്രമേ ടീച്ചേഴ്സ് കൊടുക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ അതിനോടൊപ്പം അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. So, American sociologist C. Wright Mills coined this concept. Social imagination എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഇത് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് ആരാണ്? C.W. മിൽസ് ആണ്. അപ്പം പിന്നെ അത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? C.W. മിൽസ് ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് സോഷ്യൽ ഇമാജിനേഷൻ. അത് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് എഴുതിയാൽ മതി. അതിനുശേഷം യു ഹാവ് ടു എക്സ്പ്ലെയിൻ. സോ വാട്ട് ഈസ് സോഷ്യൽ ഇമാജിനേഷൻ നമ്മൾ പറയണം. ഒന്ന്, ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ആർ ഡയറക്ട്ലി ലിങ്ക്ഡ്. എങ്ങനെയാണ് സമൂഹവും ഇൻഡിവിജ്വൽസും ഡയറക്ട്ലി ലിങ്ക്ഡ് ആയിട്ടുള്ളതാണ് സോഷ്യൽ ഇമാജിനേഷൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വി ടോൾഡ് ഇറ്റ്സ് എ 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഒരു പോയിന്റും കൂടെ നമ്മൾ ആഡ് ചെയ്യാം. ഒന്നും കൂടെ ഇലാബറേറ്റ് ചെയ്തിട്ട് ഇറ്റ് ഈസ് ദ വിവിഡ് അവെയർനെസ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ്പീരിയൻസ് ആൻഡ് ദ വൈഡർ സൊസൈറ്റി. അപ്പം പിന്നെ സമൂഹത്തിലെ അനുഭവങ്ങളുടെയും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള സമൂഹത്തിന്റെ തമ്മിലുള്ള അനുഭവത്തിന്റെ ബന്ധത്തെ കുറിച്ചുള്ള അനാലിസിസ് അല്ലെങ്കിൽ മനസ്സിലാക്കലാണ്, അല്ലെങ്കിൽ അവയർനെസ് ആണ് ഈ പറയുന്ന സോഷ്യൽ ഇമാജിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പം ഈ ഒരു കാര്യം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കണക്ട് ചെയ്തിട്ട് എഴുതാൻ. സോ ഹിയർ വി ഹാവ് 3 പോയിന്റ്സ്, റൈറ്റ്? അപ്പം 3 പോയിന്റ്സ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു 3 മാർക്കിനുള്ള ആൻസർ ആയി. അപ്പം ആ രീതിയിൽ വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഇനി 14th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ റെഫറൻസ് ഗ്രൂപ്പ്? ഗിവ് 1 എക്സാമ്പിൾ. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം ഇതിൽ ഒരുപാടൊന്നും ചോദിക്കുന്നില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന 3 മാർക്ക് ഫോർമുലയിൽ 3 പോയിന്റ്സ് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. സോ വാട്ട് ഈസ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് വിച്ച് ഇസ് ടേക്കൺ ആസ് റെഫറൻസ്. അത് മാത്രമാണ് നമ്മൾ റെഫറൻസ് ഗ്രൂപ്പിന് നമുക്കുള്ളത്. എക്സ്പ്ലനേഷൻ അവിടെ പിന്നെ ഒരുപാട് നിങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനും പറയുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ ഒരുപാട് വലിച്ചെഴുതാനും ആ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. സോ ഇറ്റ് സിംപ്ലി യു ക്യാൻ റൈറ്റ് വാട്ട് ഈസ് മെൻ ബൈ റെഫറൻസ് ഗ്രൂപ്പ്. അതേപോലെ തന്നെ അതിനുള്ള ഒരു എക്സാമ്പിൾ കൊടുക്കാം, ഇമിറ്റേറ്റിംഗ് ലൈഫ് സ്റ്റൈൽ ഓഫ് അതേഴ്സ്. വി നോ വാട്ട് ഈസ് റെഫറൻസ് ഗ്രൂപ്പ്, വാട്ട് എ റെഫറൻസ് ഗ്രൂപ്പ് ഈസ്. നമ്മൾ പിന്നെ ഒരു റെഫറൻസിന് വേണ്ടി നോക്കുന്ന ഗ്രൂപ്പ്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഗ്രൂപ്പ്, അല്ലെങ്കിൽ സെർട്ടൈൻ പോയിന്റിൽ ചില കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഗ്രൂപ്പിനൊക്കെ നമ്മൾ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയാം. സോ നിങ്ങളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് മെൻ ബൈ റെഫറൻസ് ഗ്രൂപ്പ് ആണ്. അപ്പം അതെന്താണെന്ന് എഴുതുക. ആൻഡ് ആസ് ഒരു എക്സാമ്പിൾ ആസ് ഗിവൺ ഹിയർ, ഇമിറ്റേറ്റിംഗ് ലൈഫ് സ്റ്റൈൽ ഓഫ് അതേഴ്സ്. ആ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ തന്നെ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. മൂവിങ് ഓൺ, അഗൈൻ ആ സെക്ഷനിലുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ഗിവ് 3 കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിലീജിയൻ. Another question, very much direct from the textbook. Religion എന്നുള്ള പാർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. It's given there. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് I'm not discussing much about it. The answer is set of symbols invoking feelings of reverence or awe, rituals or ceremonies, a community of believers. ഇത് ഇതേപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അഗെയിൻ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല എക്സ്പ്ലെയിൻ ചെയ്യാനോ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനോ. ചില കുട്ടികൾക്കുള്ള ഒരു പ്രശ്നമാണ്, അവർ ചിലപ്പം 3 മാർക്ക് എന്നൊക്കെ കാണുമ്പോൾ ഒരുപാട് എഴുതി വെക്കാനുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവും. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് റൈറ്റ് ഡൗൺ ദ പോയിന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഗിവ് എനി 3 റീസൺസ് ഫോർ കൾച്ചറൽ ചേഞ്ച്. അഗെയിൻ കൾച്ചറൽ ചേഞ്ചിന് ഒരുപാട് റീസൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് റീസൺസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ആ റീസൺസിന് ഇലാബറേറ്റ് ചെയ്യാൻ പറയുന്നില്ല. ഇലാബറേറ്റ് ദ റീസൺസ് ഫോർ കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ എൻവയോൺമെന്റൽ ചേഞ്ചസ്,
പൊളിറ്റിക്കൽ ചേഞ്ചസ്, നാച്ചുറൽ ചേഞ്ചസ്, ഇതൊക്കെ എങ്ങനെയാണ് സമൂഹത്തിൽ നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതേപോലെ വി ഹാവ് ഡിസ്കസ്ഡ് കൾച്ചറൽ ചേഞ്ച് ക്യാൻ ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. പുറത്തുനിന്നും സംഭവിക്കാം, ഉള്ളിൽ സംഭവിക്കാം. അത് ഒരുപക്ഷെ ഉള്ളിലുള്ള ഏതെങ്കിലും കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ ഇഷ്യൂസിന്റെ പുറത്തും ആവാം. ഇനി പുറത്തുനിന്ന് വന്ന് കോൺകർ ചെയ്യുന്നത് ലൈക്ക് കൾച്ചറൽ ചേഞ്ചസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, എക്സെട്ര എക്സെട്ര. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ദെയർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഓൾസോ. അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഗിവ് എനി 3 റീസൺസ് ഫോർ കൾച്ചറൽ ചേഞ്ച്. അപ്പൊ നിങ്ങൾക്ക് എൻവയോൺമെന്റൽ കൊടുക്കാം, പൊളിറ്റിക്കൽ കൊടുക്കാം, നാച്ചുറൽ കൊടുക്കാം. ഇനി അല്ലെങ്കിൽ എനി അതർ 3 റീസൺസ്, നിങ്ങളുടെ മനസ്സിൽ ആ സമയത്ത് വരുന്ന വേറെ ഏതെങ്കിലും 3 റീസൺസ് ഉണ്ടെങ്കിൽ അതും വെരി ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതി വെച്ചാൽ മാത്രം മതി. മൂവിങ് ഓൺ, again 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഗിവ് ദ 3 ബേസിക് അഡ്വാൻറ്റേജസ് വിച്ച് പ്രിവിലേജ്ഡ് ഗ്രൂപ്പ്സ് എൻജോയ്. ഇത് വരുന്ന സെക്ഷൻ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റിയിലെ ചാപ്റ്റർ 1 നിന്നാണ്. സോ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എങ്ങനെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നുള്ളത്, അതേപോലെ തന്നെ പിന്നെ സെർട്ടൈൻ പ്രോസസ് എങ്ങനെയാണ് സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളത്, അതേപോലെ ഹൗ ഇൻഈക്വാലിറ്റി ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ സൊസൈറ്റി, ആ ഒരു സെക്ഷനിൽ വരുന്ന ആ ഒരു സെക്ഷൻ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഇസ് ഗിവ് 3 ബേസിക് അഡ്വാൻറ്റേജസ് വിച്ച് പ്രിവിലേജ്ഡ് ഗ്രൂപ്പ്സ് എൻജോയ്. വെറും 3 അഡ്വാൻറ്റേജസ് മാത്രം എഴുതി വെച്ചാൽ മതി. ലൈഫ് ചാൻസസ്, സോഷ്യൽ സ്റ്റേറ്റസ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. അഗെയിൻ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, ഈ ലൈഫ് ചാൻസസ് എന്താണെന്ന് ഇലാബറേറ്റ് ചെയ്യേണ്ട, സോഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾ ഇലാബറേറ്റ് ചെയ്യേണ്ട, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നിങ്ങൾ ഇലാബറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് ദ ക്വസ്റ്റ്യൻ ഡിഫേഴ്സ്, അതായത് ബേസിക് അഡ്വാൻറ്റേജസ് പ്രിവിലേജ്ഡ് ഗ്രൂപ്പ് എൻജോയ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നിങ്ങളോട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു 6 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ അവിടെ നിങ്ങൾ ഒരു ഡിഫറെന്റ് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇവിടെ ഈ രീതിയിലാണ് നിങ്ങൾ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. വൈ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആർ ഓൾസോ സോഷ്യൽ പ്രോബ്ലംസ്. എന്തുകൊണ്ടാണ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് സാമൂഹിക പ്രശ്നം കൂടിയായി മാറുന്നത്? അതിനുള്ള ആൻസർ ഇതും ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് എന്ന് ഡയറക്റ്റ് ആണ്. സോ ഫാർ നിങ്ങളുടെ ടെക്സ്റ്റ് എന്ന് ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കമ്മിങ് ഇയറിൽ ഓൾസോ ഐ തിങ്ക് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കാനൊന്നും സാധ്യതയില്ല. ബട്ട് ഓൾവേസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലൊക്കെ എത്തുമ്പോൾ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ട്രൈ ടു ഇൻക്ലൂഡ് വെരി കണ്ടംപററി എക്സാമ്പിൾസ് ഇഫ് പോസിബിൾ. കാരണം നമ്മൾ സോഷ്യോളജി പഠിക്കുന്നതിനാണ്, നമ്മൾ നമ്മുടെ സമൂഹമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഹൗ ദ സൊസൈറ്റി ഫങ്ഷൻസ്, ഹൗ ദ സൊസൈറ്റി വർക്ക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ്. അപ്പം നമ്മൾ എത്രത്തോളം അപ് ടു ഡേറ്റ് ആണെന്നുള്ളത് കൂടെ ഒരു പക്ഷേ നമ്മുടെ ടീച്ചേഴ്സിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ടു ഇൻക്ലൂഡ് കണ്ടംപററി എക്സാമ്പിൾസ് ഈ ഒരു സെക്ഷനിൽ വേണ്ട. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ വൈ എൻവയോൺമെന്റ് പ്രോബ്ലംസ് ആർ ഓൾസോ സോഷ്യൽ പ്രോബ്ലംസ് പറയുന്നതിന് 3 മാർക്സിന് ഉള്ള രീതിയിൽ നമ്മൾ ഒരു 3 പോയിന്റ്സ് എഴുതാം. സോ ഹിയർ economically and politically powerful group exploit the interest of the poor people. Different groups are affected differently by the environmental problems. അപ്പം എൻവയോൺമെന്റൽ പ്രോബ്ലം, സോഷ്യൽ പ്രോബ്ലം ഈ ഒരു രീതിയിലാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. അത് മാത്രം നിങ്ങൾ എന്താക്കണം, മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ആൻസർ എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. നെക്സ്റ്റ് സെക്ഷൻ, ഫസ്റ്റ് സെക്ഷൻ വാസ് ഓഫ് 1 മാർക്ക്, സെക്കൻഡ് സെക്ഷൻ വാസ് ഓഫ് 2 മാർക്ക്, തേർഡ് സെക്ഷൻ വാസ് ഓഫ് 3 മാർക്ക്, ഫോർത്ത് സെക്ഷൻ ഇസ് ഓഫ് 4 മാർക്ക്. 4 മാർക്കിന്റെ സെക്ഷൻ ആണ്. അപ്പൊ ഈ 4 മാർക്കിന്റെ സെക്ഷൻ ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് എന്ത് വേണം, പ്രിപ്പയർ ചെയ്യണം. ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ. സോ ഹിയർ ദ 19 ക്വസ്റ്റ്യൻസ്. അതുപോലെ ഈ സെക്ഷനിൽ നിങ്ങൾ 3 ക്വസ്റ്റ്യൻ മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ആൻഡ് ദർ ആർ ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് സെക്ഷൻ. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പം തോന്നുന്ന 3 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ആൻഡ് ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ സോഷ്യോളജി പഠിക്കുന്ന കാര്യമാണ്. Distinguish between common sense knowledge and sociological knowledge. Sociological knowledge ഉം common sense knowledge തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് വാട്ട് ഈസ് കോമൺ സെൻസ് നോളജ്, വാട്ട് ഈസ് സോഷ്യോളജിക്കൽ നോളജ്, കോമൺ സെൻസ് നോളജും സോഷ്യോളജിക്കൽ നോളജും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്, അത് കൊണ്ട് എന്താണ് സമൂഹത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. ഇത്രയും ഈ 3 പോയിന്റ്സും അല്ലെങ്കിൽ 4 പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ എന്ത് എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ, ആസ് ദ ആൻസർ ഗിവൻ ഹിയർ, common sense is based on naturalistic and individualistic explanation. We can't find any type of scientific evidence. അവിടെയാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, കോമൺ സെൻസ് നോളജിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും കണ്ടെത്താൻ പറ്റില്ല. അതൊരു പോയിന്റ് ആയി കോമൺ സെൻസിനെ കുറിച്ച്. A naturalistic explanation of behavior rests on assumption. ഇവിടെ സയന്റിഫിക് എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും അസംപ്ഷന്റെ പുറത്താണ് എന്ത് സംഭവിക്കുക, നാച്ചുറലിസ്റ്റിക് എക്സ്പ്ലനേഷൻ സംഭവിക്കാം. 2 പോയിന്റ്സ് ആയി. അവിടെ നമുക്ക് എന്തായി, സ്വാഭാവികമായിട്ടും 2 മാർക്കിനുള്ള പോയിന്റ്സ് നിങ്ങൾ എഴുതി. നെക്സ്റ്റ് സോഷ്യോളജിക്കൽ നോളജിനെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്. സോഷ്യോളജി ബ്രേക്സ് അവേ ഫ്രം ബോത്ത് കോമൺ സെൻസ് ഒബ്സർവേഷൻ ആൻഡ് ഐഡിയാസ് ആസ് വെൽ ആസ് ഫ്രം ഫിലോസഫിക്കൽ തോട്ട്സ്. അതെന്തുകൊണ്ടാണ്? സോഷ്യോളജി ഇസ് മോർ സയന്റിഫിക്.
So sociology emphasis on scientific procedures can be understood only if we go back on time. അതായത് പിന്നെ സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ സയന്റിഫിക് നോളജിലാണ്, നേരെ മറിച്ച് കോമൺ സെൻസ് ഫോക്കസ് ചെയ്യുന്നത് നാച്ചുറലിസ്റ്റിക് എക്സ്പ്ലനേഷനിലാണ്. അപ്പം നാച്ചുറലിസ്റ്റിക് എക്സ്പ്ലനേഷൻ അസംപ്ഷൻ ആണ് നമ്മൾ പറഞ്ഞു, സോഷ്യോളജിക്കൽ നോളജ് സയന്റിഫിക് ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ 4 points ആയി, ആൻഡ് യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ ഓൾസോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. 2 രീതിയിൽ ആൻസേഴ്സ് എഴുതുന്ന കുട്ടികളുണ്ട്, ഒരുപക്ഷെ പാരഗ്രാഫ് ആയിട്ട് എഴുതുന്ന കുട്ടികൾ. അപ്പം പാരഗ്രാഫ് ആയിട്ട് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, പാരഗ്രാഫ് ആയിട്ട് എഴുതുമ്പോഴും 4 points അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്താം. ഈച്ച് പോയിന്റ് ക്യാരീസ് 1 mark. 1 word അല്ലല്ലോ. സോ യു റൈറ്റിംഗ് എ സെന്റൻസ്. അപ്പം സെന്റൻസ് എഴുതുന്ന സമയത്ത് 4 സെന്റൻസ് മിനിമം നമ്മൾ എഴുതാൻ നോക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കോമൺ സെൻസും സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടുള്ള വേറെയും ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 4 എഴുതിയാലും മതി. പക്ഷേ ബേസിക്കലി വാട്ട് ഈസ് കോമൺ സെൻസും വാട്ട് ഈസ് സോഷ്യോളജി എന്നുള്ള കാര്യം കൂടെ ആ ഒരു ആൻസറിൽ ഉൾപ്പെടുത്താൻ നമ്മൾ നോക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് 4 differences between കാസ്റ്റ് ആൻഡ് ക്ലാസ് സിസ്റ്റം. കാസ്റ്റും ക്ലാസും തമ്മിലുള്ള 4 differences കൊടുക്കുക. അപ്പൊ പല രീതിയിൽ ആൻസർ ചെയ്യുന്ന കുട്ടികളെ കണ്ടു. ചിലപ്പം പാരഗ്രാഫ് ആയിട്ട് എഴുതി ഈ ഡിഫറൻസസ് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ടീച്ചേഴ്സിന് പെട്ടെന്ന് തന്നെ എന്താക്കാൻ പറ്റും, ഈ 4 ഇത് മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് മാർക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ ടേബിൾ ആക്കി എഴുതുന്ന കുട്ടികൾക്ക് 2 കോളൊക്കെ വരച്ച് ഒരു സൈഡിൽ കാസ്റ്റ് ഒരു സൈഡിൽ ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ 3, 5 ഡിഫറൻസസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ 5 എഴുതണമെന്നൊന്നുമില്ല, 4 എഴുതിയാൽ മതി. ഇതിലുള്ളത് തന്നെ എഴുതണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് എഴുതിയാലും. സോ കാസ്റ്റ് ഇസ് ascribed, class is achieved, caste is closed group, class is an open group, caste is rigid, there is no mobility in caste, caste is regional, അതുപോലെ കാസ്റ്റ് ഇസ് ട്രഡീഷണൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ക്ലാസ് ഇസ് ഫ്ലെക്സിബിൾ, ക്ലാസ് ഇസ് സോഷ്യൽ മൊബിലിറ്റി ഇസ് പോസിബിൾ ഇൻ ക്ലാസ് സിസ്റ്റം, ക്ലാസ് സിസ്റ്റം ഇസ് യൂണിവേഴ്സൽ, ക്ലാസ് സിസ്റ്റം ഇസ് മോഡേൺ. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ക്ലാസിന്റെ ഇതിൽ എഴുതാൻ പറ്റും. 4 മാർക്കിന്റെ ആയതുകൊണ്ട് ട്രൈ ടു ഓരോ പോയിന്റിനും ഹാഫ് മാർക്ക് വെച്ച് കൊടുക്കുന്ന രീതിയിലായതുകൊണ്ട് ട്രൈ ടു ഇൻകൾക്കേറ്റ് 4 points in both the sides. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ ആ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്: ഒബ്ജക്ടിവിറ്റി ആൻഡ് സബ്ജക്ടിവിറ്റി. നമ്മൾ റിസർച്ച് മെത്തഡോളജി സെക്ഷനിൽ വി ഹാവ് ഡിസ്കസ്ഡ് 5th chapter in your first textbook, part 1, introducing sociology. അപ്പം അതിൽ വാട്ട് ഈസ് ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, വാട്ട് ഈസ് സബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഒരു 2 points ഉള്ള ഷോർട്ട് നോട്ടോ 3 points ഉള്ള ഷോർട്ട് നോട്ടോ ഓർ ഇവൻ ഒരു ഇലാബറേറ്റഡ് ആയിട്ടുള്ള 1 point ഉള്ള ഷോർട്ട് നോട്ട് ആയാൽ പോലും ഇറ്റ്സ് ഇനഫ്. കാരണം 2 മാർക്കാണ് ഓരോ ക്വസ്റ്റിനും ക്യാരി ചെയ്യുന്നത്. ലൈക്ക് ഒബ്ജക്ടിവിറ്റി 2 marks, സബ്ജക്ടിവിറ്റി 2 marks, ടോട്ടൽ 4 marks. സോ ഒബ്ജക്ടിവിറ്റി ഈസ് ബേസ്ഡ് ഓൺ അൺബയസ്ഡ്, ന്യൂട്രൽ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ്, ഇഗ്നോർ വൺസ് ഓൺ ഫീലിംഗ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഒബ്ജക്റ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത്. whereas subjectivity is based on individual values and preferences. ആ രീതിയിലാണ് സബ്ജക്ടിവിറ്റി. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ കൊടുത്തിട്ടുള്ളത് പോലെ എന്താണ് പറയാ, 1 ലൈനിൽ എഴുതിയിട്ട് സംതൃപ്തി ആവുന്നില്ല എന്ന് വിചാരിക്കുക, സാറ്റിസ്ഫൈഡ് ആവില്ല ചില കുട്ടികൾ. സോ യു ക്യാൻ ഗിവ് എൻ എക്സാമ്പിൾ. അപ്പൊ ഒരു എക്സാമ്പിൾ കൊടുക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ക്ലാരിഫൈഡ് ആണെന്നുള്ള കാര്യം സംഭവിക്കും, ടീച്ചേഴ്സിന് വരും, നമ്മുടെ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിന് വരും. സോ ഇങ്ങനെയുള്ള സെർട്ടൈൻ കോൺസെപ്റ്റ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ട്രൈ ടു ഗിവ് എൻ എക്സാമ്പിൾ ഓൾസോ. അപ്പൊ ഒബ്ജക്ടിവിറ്റി നമ്മൾ പറയുന്നത് സയൻസ് റിസർച്ച്, സയന്റിഫിക് റിസർച്ച്, അല്ലെങ്കിൽ ജിയോളജിക്കൽ റിസർച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന സെർട്ടൈൻ ഒബ്ജക്ട്സിനെ കുറിച്ച് പഠിക്കുന്ന റിസർച്ചിലൊക്കെ ഒബ്ജക്റ്റീവ് ആയിട്ട് മാത്രമേ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റൂ. വേറെസ് ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച് വെയർ ഹ്യൂമൻ ബീങ്സ് ഓൾസോ ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ എവറി ഡേ അനാലിസിസ്, ആ രീതിയിൽ വരുമ്പം റിസർച്ചറും ഇൻവോൾവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുടെ സബ്ജക്റ്റീവ് നോളജ് വരാൻ സാധ്യത. അപ്പം ഈ രീതിയിലുള്ള എക്സാമ്പിൾസ് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് ഇതിനോടൊപ്പം കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി ബെറ്റർ. ആ രീതിയിലേക്ക് നിങ്ങൾ എത്തണം എന്ന് ഞാൻ പറയുന്നില്ല, ലൈക്ക് വൈൽ ആൻസറിങ് ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. കാരണം 2 marks ആണ് ഒരു ടോപ്പിക്കിനുള്ളത്. അപ്പം ആ രീതിയിൽ എഴുതിയാൽ മതി. ബട്ട് ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് 1 line, 4 മാർക്ക് കിട്ടുക എന്നുള്ള ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടി യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. മൂവിങ് ഓൺ, അഗെയിൻ എ 4 mark ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ A and B ഉണ്ട്. So write short note on ghettoization and gated communities. This question is from the section Understanding Society എന്നുള്ള സെക്കൻഡ് ബുക്കിലെ 2nd chapter വരുന്ന ക്വസ്റ്റ്യൻ ആണ്, where you discuss about urban and rural problems, urban and rural differences, etc. അപ്പം ghettoization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ റൈറ്റ് ഷോർട്ട് നോട്ട് ആണ്. എന്താണ് ghettoization നിങ്ങൾ എഴുതിയാൽ മതി. Communal violences have led to conversion of mixed community neighborhood into single community ones. മിക്സഡ് ആയിട്ട് നിന്നിരുന്നതിന്റെ സിംഗിൾ ആയിട്ട് കൊണ്ടുവന്ന, അല്ലെങ്കിൽ സിംഗിൾ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് ഗെറ്റോയിസേഷൻ. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ കൊടുക്കാം. എക്സാമ്പിൾ, കമ്മ്യൂണൽ വയലൻസിന് ശേഷം ഗുജറാത്തിലെ പല സ്ഥലങ്ങൾ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെയുള്ള എക്സാമ്പിൾ ആണ്.
ഡൽഹിയിൽ പല സ്ഥലങ്ങൾ. അപ്പൊ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ യു ക്യാൻ ഗിവ് ആൻ എക്സാം. ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ്, affluent neighborhood that are separated from surrounding by walls and gates with controlled entry and exit. So എന്താണ് ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് എന്നുള്ള കാര്യം അവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ മതി. അഗെയിൻ ഇഫ് നെസസറി യു ക്യാൻ ഗിവ് ആൻ എക്സാമ്പിൾ. നമുക്ക് ഇന്ത്യയിലെ പല ഭാഗത്തും നമ്മൾ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഗേറ്റഡ് റെസിഡൻഷ്യൽ ഏരിയയുടെ എക്സാമ്പിൾസ് നമുക്കറിയാം. അത് വേണമെങ്കിൽ അവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് ഇസ് മാച്ച് ദ ഫോളോയിങ് കൈൻഡ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് വൺ സൈഡിൽ നമുക്ക് സർട്ടൻ നെയിംസ് കാണാം ആൻഡ് 3 പേരുകളും ഒരു റെവല്യൂഷനോ ഉള്ളത്. അതർ സൈഡ് ഹൗ ഇറ്റ് ഇസ് കണക്റ്റഡ് ടു. സോ കാൾ മാർക്സിനെ കുറിച്ച് പറയുമ്പോൾ വി ഹാവ് ഡിസ്കസ്ഡ് കോൺഫ്ലിക്ട് തിയറിസ്റ്റ് ആണ്. കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് തിയറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും കാൾ മാർക്സ് ഇസ് റിലേറ്റഡ് ടു ക്ലാസ് സ്ട്രഗിൾ അല്ലേ. മാക്സ് വെബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ക്യാപിറ്റലിസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ മാക്സ് വെബർ ഉണ്ടായിരുന്നു. ഓൾസോ ദ ബ്യൂറോക്രസി സെക്ഷൻ ഓഫ് കോഴ്സ് മാക്സ് വെബർ. സോ മാക്സ് വെബർ വരുമ്പോഴേതാ എഴുതാ വിൽ പുട്ട് bureaucracy. Division of laborum solidarity is related with Immanuel Durkheim, right? അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്താ Immanuel Durkheim ഡിവിഷൻ ഓഫ് ലേബർ. ഫസ്റ്റ് ചാപ്റ്റർ വെരി ഫസ്റ്റ് സെക്ഷനിൽ ഒറിജിൻ ഓഫ് സോഷ്യോളജി അല്ലെങ്കിൽ എമർജൻസ് ഓഫ് സോഷ്യോളജി ആസ് എ സബ്ജക്റ്റിനുള്ള റീസൺ എന്താണെന്നുള്ളത് നമുക്കറിയാം, ഫ്രഞ്ച് റെവല്യൂഷൻ. സോ ലാസ്റ്റ് ആൻസർ ഇസ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഇതൊക്കെ വളരെ ഡയറക്റ്റ് ആൻഡ് സിമ്പിൾ ആണ്. നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ എക്സാമ്പിൾ കൊടുക്കാനോ ഒന്നുമില്ല. ജസ്റ്റ് കണക്റ്റഡ് ഹൗ സെക്ഷൻ എ ഇസ് കണക്റ്റഡ് വിത്ത് സെക്ഷൻ ബി. അതിന് നമുക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്. സോ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി പേപ്പറിലാണ് വെൽഫെയർ സ്റ്റേറ്റിന്റെ ഐഡിയ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് AR ദേശായി ആണ്. സോ AR ദേശായി വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇവിടെ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം പോസിറ്റീവ് സ്റ്റേറ്റ്, ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ മിക്സഡ് എക്കോണമി എന്ന് അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ബേസിക്കലി വെൽഫെയർ സ്റ്റേറ്റ് റിലേറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. പക്ഷേ ഈ ഒരു ആൻസർ നിങ്ങൾ എഴുതുന്ന സമയത്ത് വാട്ട് ഈസ് പോസിറ്റീവ് സ്റ്റേറ്റ്, ഹൗ എ സ്റ്റേറ്റ് ബിക്കംസ് പോസിറ്റീവ് എന്നുള്ളതും ഒരു 1 ലൈൻ സെന്റൻസ് നിങ്ങൾ എഴുതാൻ നോക്കാം. അതേപോലെ ഹൗ എ സൊസൈറ്റി ഇസ് ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഹൗ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നതിൽ ഡെമോക്രസി വന്നു കഴിഞ്ഞാൽ മാത്രമേ വി ക്യാൻ കോൾ ഇറ്റ് വെൽഫെയർ സ്റ്റേറ്റ്. ആ ഒരു 1 ലൈൻ നിങ്ങൾ അതിന്റെ കൂടെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അതേപോലെ ബേസ്ഡ് ഓൺ മിക്സഡ് ഇക്കോണമി സോഷ്യലിസ്റ്റ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതിനാണ് എന്ത് പറയുന്നത്, നമ്മൾ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതും 1 ലൈൻ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇവിടെ 3 പോയിന്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതി വെക്കുക. ഫോർ ദാറ്റ് യു വിൽ ഗെറ്റ് 1.5 മാർക്സ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ യു വിൽ ഗെറ്റ് 1.5 മാർക്സ്. അപ്പൊ 3 മാർക്സ്. ആൻഡ് ആ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് അല്ലെങ്കിൽ കൺസെപ്റ്റിന്റെ ഒരു ബിഗിനിങ് എങ്ങനെയാണെന്നുള്ള കാര്യം AR ദേശായിട്ട് ആ ഒരു പോയിന്റ് കൂടെ എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 4 മാർക്സ്. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ. മൂവിങ് ഓൺ, നെക്സ്റ്റ് സെക്ഷൻ 5 മാർക്ക് ക്വസ്റ്റിന്റെ സെക്ഷൻ ആണ്. അപ്പം ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത്. 1, 2, 3, 4. Now we are going to 5 മാർക്ക്. 5 മാർക്കിൻ്റെതാവുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് എഴുതാം. അപ്പം ഇലാബറേറ്റ് ആയിട്ട് എഴുതുകയും വേണം. അതേപോലെ നമ്മൾ എഴുതുന്ന പോയിന്റ്സ് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് ആവരുത്. പലപ്പോഴും പല കുട്ടികൾ എഴുതുന്ന ഒരു പ്രശ്നം എന്നുള്ളത് ഫസ്റ്റ് പോയിന്റ് എഴുതിയിട്ടുണ്ടാവും, ആ പോയിന്റ് തന്നെ ആയിരിക്കും സെക്കൻഡ് ലൈനിൽ ഉണ്ടാവുക, പക്ഷെ വേറെ രീതിയിൽ അത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം ആ രീതിയിലാക്കാതെ ക്രിസ്പ് ആയിട്ടുള്ള ടു ദ പോയിന്റ് ബുൾസൈ 5 പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഇസ് വെരി സിമ്പിൾ. ഡിഫൈൻ ആന്ത്രപ്പോളജി. അതാണ് പ്രൈമറി ക്വസ്റ്റ്യൻ. ആന്ത്രപ്പോളജി ഡിഫൈൻ ചെയ്യുക. സെക്കൻഡറി ക്വസ്റ്റ്യൻ ഇസ് റൈറ്റ് ഇറ്റ്സ് റിലേഷൻ വിത്ത് സോഷ്യോളജി. അത് നിങ്ങൾ ഓൾറെഡി ആന്ത്രപ്പോളജി ഡിഫൈൻ ചെയ്തു, അതെങ്ങനെയാണ് സോഷ്യോളജി ആയിട്ട് റിലേറ്റഡ് ആണെന്നുള്ളതാണ് നിങ്ങൾ സെക്കൻഡ് എഴുതുന്നത്. സോ ഹിയർ ആന്ത്രപ്പോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഇൻ സിമ്പിൾ ആൻഡ് പ്രിമിറ്റീവ് സൊസൈറ്റീസ്. സിമ്പിൾ. അതാണ് ആന്ത്രപ്പോളജി നമ്മൾ എഴുതാം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഡിഫൈൻ ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് സോഷ്യോളജി. അപ്പൊ സോഷ്യോളജി ആയിട്ട് അതെങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്തത്. സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി ആർ ക്ലോസ്ലി റിലേറ്റഡ്. Both study the same subject matter, that is man. L. Kroiber calls sociology and anthropology twin sisters. Sociology studies complex society while anthropology studies simple society. ഇനി അവിടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ വേണമെങ്കിൽ sociology studies all modern societies, anthropology studies all traditional societies like tribals, etc. അപ്പം ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു ആൻസർ, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാൻ വേണ്ടി. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്തു. വാട്ട് ഈസ് ആന്ത്രപ്പോളജി നമ്മൾ എഴുതി, അതിന്റെ റിലേഷൻ വിത്ത് സോഷ്യോളജി നിങ്ങൾക്ക് അറിയുന്ന കാര്യം എന്ത് ചെയ്യാം, വൃത്തിയായിട്ട് എഴുതി. അഗെയിൻ ഇവിടെ നമുക്ക് ഒരുപാട് ചിന്തിക്കാനൊന്നുമില്ല. ഇറ്റ്സ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പൊ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരു സൈഡിൽ ക്വാസി ഗ്രൂപ്പ്, പ്രൈമറി ഗ്രൂപ്പ്, കാസ്റ്റ്, പിയർ ഗ്രൂപ്പ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്. മറ്റേ സൈഡിൽ ബൈ ബർത്ത്, അഡോളസൻസ്, ജെൻഡർ ഗ്രൂപ്പ്,
ഇനീക്വാലിറ്റി, ഫാമിലി, എക്സെട്ര. അപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, കോസി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പുറം നോക്കുമ്പോൾ കോസി ഗ്രൂപ്പ് ബൈ ബർത്ത് അല്ല, അഡോൾസൻസ് അല്ല, ലൈക്ക് പിന്നെ അതേപോലെ തന്നെ ഇനീക്വാലിറ്റി, ഫാമിലി അല്ല. സോ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ജെൻഡർ അല്ലെ, ജെൻഡർ ഗ്രൂപ്പാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏറ്റവും കൂടുതൽ കോസി ഗ്രൂപ്പിന് കണക്റ്റഡ് ആയിട്ടുള്ള ആൻസർ. സോ റൈറ്റ് ഡൗൺ ജെൻഡർ ഗ്രൂപ്പ്. പ്രൈമറി ഗ്രൂപ്പ് വി നോ, പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി സോഷ്യലൈസേഷൻ നടക്കുന്നത്, എവറിഥിങ് പ്രൈമറി ഇസ് റിലേറ്റഡ് ടു വാട്ട്, ഫാമിലി. ഓഫ് കോഴ്സ്, സോ യു ഹാവ് ടു റൈറ്റ് ഫാമിലി. കാസ്റ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലോസ്ഡ് ഗ്രൂപ്പാണ്, യു കാണ്ട് അച്ചീവ് കാസ്റ്റ് അല്ലെ. സോ ഇറ്റ്സ് എസ്ക്രൈബ്. അപ്പം കാസ്റ്റ് നമുക്ക് ബൈ ബർത്ത് ലഭിക്കുന്ന ഒരു സംഭവമാണ്. സോ കാസ്റ്റ് ബൈ ബർത്ത്. പിയർ ഗ്രൂപ്പ് വി നോ, അഡോൾസൻസ് പീരിയഡിലാണ് സോഷ്യലൈസേഷന്റെ ഓരോ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. ഓരോ ഏജൻസീസ് ഓൾസോ ഇസ് ദെയർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്, ലൈക് ഫാമിലി ഇസ് ദെയർ, പിയർ ഗ്രൂപ്പ് ഇസ് ദെയർ, മീഡിയ, എക്സെട്ര എക്സെട്ര. സ്കൂൾ. ഹിയർ അഡോളസന്റ് പീരിയഡിൽ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയി കിടക്കുന്നത് എന്താണ്? പിയർ ഗ്രൂപ്പ് ആണ്. സോ ഹിയർ ദ ആൻസർ ഇസ് പിയർ ഗ്രൂപ്പ്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ തന്നെ വി ഡിസ്കസ് സർട്ടൻ തിങ്സ്, ഹൈറാർക്കി, ഇനീക്വാലിറ്റി, സൊസൈറ്റി ഇസ് ഡിവൈഡഡ് അക്കോർഡിംഗ് ടു സ്ട്രാറ്റ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഹിയർ ദ ആക്യുറേറ്റ് ആൻസർ ഇസ് ഇനീക്വാലിറ്റി. സോ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമാണ്. എപ്പോഴും പലപ്പോഴും പല കുട്ടികളും ഫസ്റ്റ് എഴുതി വെക്കുന്ന ആൻസർ ഒരുപക്ഷെ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും, 1, 2, 3, അതുപോലെ 1 വേർഡ്. കാരണം ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പരിപാടികൾ തീർത്ത് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം അത് നിങ്ങൾ നിങ്ങളുടെ കൂൾ ഓഫ് ടൈമിൽ നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതാണെങ്കിൽ ഒരു പക്ഷേ എന്താക്കാൻ പറ്റും, അത് പെട്ടെന്ന് എഴുതി വെക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അത് മാത്രമല്ല, ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, മേ ബി പല ക്വസ്റ്റ്യൻസിന്റെ ഉത്തരവും ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മറ്റ് ക്വസ്റ്റ്യനുകളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ പോലത്തെ മാച്ച് ദ ഫോളോയിങ് പോലത്തെ കാര്യങ്ങളിൽ ഒളിഞ്ഞു കിടക്കും. മനസ്സിലായില്ലേ? ഇപ്പം തന്നെ നമ്മൾ നേരത്തെ കാസ്റ്റും ക്ലാസും തമ്മിലുള്ള ഡിഫറൻസസ് ഡിസ്കസ് ചെയ്തില്ല ഒരു ക്വസ്റ്റ്യനിൽ. അപ്പം അവിടെ കാസ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അത് വായിച്ച് നോക്കിയിട്ടുള്ള ഒരാൾക്ക് ഇവിടെ പെട്ടെന്ന് വന്നിട്ട് തന്നെ അറ്റ്ലീസ്റ്റ് കാസ്റ്റുമായിട്ട് കണക്ട് ആയിട്ടുള്ള സെക്ഷൻ ബി ഏതാണെന്നുള്ളത് മനസ്സിലാക്കാം. സോ ആ രീതിയിൽ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാം. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഇസ് ഗിവ് ബ്രീഫ് നോട്ട് ഓൺ ദ ഫോളോയിങ്. വാട്ട് ഈസ് എൻഡോഗാമി, വാട്ട് ഈസ് എക്സോഗാമി. 5 മാർക്കാണ്. അപ്പം 2നും 2.5 മാർക്ക് വെച്ചിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. അപ്പം ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുക. 2നും 5 മാർക്കിനുള്ള പോയിന്റ്സ് എഴുതി വെക്കാൻ നിൽക്കുക. സോ എൻഡോഗാമി എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതുക. റിക്വയർസ് ആൻ ഇൻഡിവിജ്വൽ ടു മാരി വിത്തിൻ എ കൾച്ചറലി ഡിഫൈൻഡ് ഗ്രൂപ്പ്. അതിനൊരു എക്സാമ്പിൾ കൊടുക്കുക, കാസ്റ്റ് എൻഡോഗാമി. എക്സോഗാമി എന്ന് പറയുമ്പോൾ opposite to endogamy, the reverse of endogamy. You can't marry within your group, you should marry outside your village exogamy എന്ന് പറഞ്ഞിട്ട് it's there in your textbook, where one village marries off its women to another village far away. സ്വന്തം വില്ലേജിൽ കല്യാണം കഴിപ്പിക്കാതെ വേറൊരു വില്ലേജിലായിരിക്കും എപ്പോഴും കല്യാണം കഴിപ്പിച്ചു കിട്ടുക. അപ്പം അത് നിങ്ങൾ എന്താക്കുക, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് എഴുതുക. അപ്പൊ ആ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അഗൈൻ 2.5 മാർക്സ്. അവിടെയും ശ്രദ്ധിക്കേണ്ടത് 5 മാർക്ക് എന്ന് കണ്ടിട്ട് എൻഡോഗമിയും 5 മാർക്ക് എഴുതി വെക്കരുത്, എക്സോഗമിയും 5 മാർക്ക് എഴുതി വെക്കരുത്. എഴുതി വെക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, ബട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ പോകുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ. കൾച്ചറിന്റെ 2 ഡയമെൻഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. വി നോ ദാറ്റ് ദർ ആർ 3 ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ. ഇവിടെ നിങ്ങൾ ആകെ 2 ഡയമെൻഷൻസ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യൂ, കോഗ്നിറ്റീവ് ആൻഡ് മെറ്റീരിയൽ. നോമേറ്റീവ് കൊടുത്തിട്ടില്ല. അപ്പം അഗെയിൻ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ ആൻസർ എഴുതാൻ. കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ നോയിങ് ഓർ പെർസീവിങ് ആൻ ആക്ട്, ഹൗ വി ലേൺ ടു പ്രോസസ് വാട്ട് വി ഹിയർ ആൻഡ് സീ ആൻഡ് ടു ഗിവ് ഇറ്റ്സ് മീനിങ്. എക്സാമ്പിൾ, ഐഡന്റിഫൈങ് ദ റിംഗ് ടോൺ ഓഫ് എ സെൽ ഫോൺ, ഐഡന്റിഫൈങ് ദ കാർട്ടൂൺ ഓഫ് എ പൊളിറ്റീഷ്യൻ. അപ്പം ഇവിടെ നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് 1.5 മാർക്സ് കിട്ടും. നിങ്ങൾ ഒരു എക്സാമ്പിൾ എഴുതുന്നതിന് അഗെയിൻ 1 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ മെറ്റീരിയൽ culture includes any activity with the help of materials. Material includes tools or machines. Example, internet chatting, designing, column, using rice flour, etc. ഇതൊക്കെ നിങ്ങളുടെ ഡയറക്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. ആൻസറും എക്സാമ്പിളും ഒക്കെ ഡയറക്ട്ലി ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പം ഈ ഡയറക്ട്ലി ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എഴുതണമെന്നില്ല. നമുക്ക് നിങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ മോഡേൺ കണ്ടംപററി ആയിട്ടുള്ള എക്സാമ്പിൾസ് പോലും നമുക്ക് എഴുതാൻ പറ്റും. അഗെയിൻ ഷോർട്ട് നോട്ട് ക്വസ്റ്റൻ ആണ്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കൂടുതലും ഷോർട്ട് നോട്ട് ക്വസ്റ്റൻ ആണ്. അപ്പം എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഒരു 2.5 മാർക്ക് സെൻസിലാണ്. കാരണം എയും ബിയും ഉണ്ട് നമുക്ക് എഴുതാൻ. അപ്പം എയും 2.5 മാർക്കിൽ എഴുതണം, ബിയും 2.5 മാർക്കിൽ ആണ് നമ്മൾ എഴുതാൻ വേണ്ടി. സോ ഗിവ് ഷോർട്ട് നോട്ട് ഓൺ കോപ്പറേഷൻ. കോപ്പറേഷൻ എന്ന് പറയുന്നത് വർക്കിംഗ് ടുഗദർ ഫോർ കോമൺ മ്യൂച്വൽ ബെനിഫിറ്റ്സ്. കാൾ മാർക്സ് ആൻഡ് ഇമാനുൽ ദുർഖൈം അഗ്രി ദാറ്റ് human beings have to be cooperative to meet their basic needs. 2 types of cooperation: voluntary cooperation, enforced cooperation. അപ്പൊ നമ്മൾ
പിന്നെ ദുർഖായിമിനെയും മാർക്സിനെയും ഇറ്റ്സ് ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്, റൈറ്റ്? അപ്പം ആ ഒരു രീതിയിൽ എങ്ങനെയാണ് കോപ്പറേഷനെ കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിൽ അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് കോപ്പറേഷനെ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ അനലൈസ് ചെയ്യുന്നത്, വാട്ട് ഇസ് വോളണ്ടറി കോപ്പറേഷൻ, വാട്ട് ഇസ് എൻഫോഴ്സ് കോപ്പറേഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് എഴുതേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് എ 2.5 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പം സ്വാഭാവികമായിട്ടും എന്താണ് കോപ്പറേഷൻ നമ്മൾ എഴുതാം, ഹൗ വേരിയസ് സ്കോളേഴ്സ് ഡിസ്കസ് ദാറ്റ് പെർട്ടിക്കുലർ കൺസെപ്റ്റ് എന്നുള്ളത് എഴുതാം. അതേപോലെ തന്നെ അതിനുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോപ്പറേഷൻ എന്താണെന്ന് നമ്മൾ അവിടെ എന്ത് ചെയ്യാം, എഴുതാം. എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ എക്സാമ്പിൾ എഴുതുമ്പോൾ അത് ഒരുപാട് ഇലാബറേറ്റഡ് ആയി പോകുന്നില്ല എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്തുക കൂടെ വേണം. കോൺഫ്ലിക്ട്, ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ്, conflict is present in all societies. Conflict appears as a discord or overt clash only when it is openly expressed. Existence of a peasant movement is an overt expression of a deep-rooted conflict. Again, very much direct from your textbook. അപ്പം ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് ഒക്കെ ഇറ്റ്സ് വെരി ഈസി ടു ആൻസർ. നമ്മൾ ഒരുപാട് തല പുണ്ണാക്കി ആലോചിക്കേണ്ട കാര്യമൊന്നും. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മെക്കാനിക്കൽ സോളിഡാരിറ്റി ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി. സോളിഡാരിറ്റി എന്ന് കേൾക്കുമ്പോൾ വി നോ ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് വിത്ത് ഇമായിൽ ദുർഖായിം. ഇമായിൽ ദുർഖായിം ആണല്ലോ മെക്കാനിക്കൽ സോളിഡാരിറ്റിയും ഓർഗാനിക് സോളിഡാരിറ്റിയും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഹൗ societies differs, how simple society was, how modern complex society is. ഈ ഒരു ഡിഫറൻസസ് ഒക്കെയാണ് ഈ പറയുന്ന രണ്ട് ടൈപ്പ് ഓഫ് സോളിഡാരിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളോട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എന്താണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി, എന്താണ് ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അതിന് ടേബിൾ ആക്കി എഴുതി വെച്ചാലും പ്രശ്നമില്ല, ലൈക്ക് രണ്ട് കോളം ആക്കിയിട്ട് നിങ്ങൾ എഴുതി വെച്ചാലും പ്രശ്നമില്ല, ഇനി ഇതേപോലെ സെന്റൻസ് ആക്കി എഴുതിയാലും പ്രശ്നം. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടില്ല ഹൂ വാസ് ബിഹൈൻഡ് ദിസ് കോൺസെപ്റ്റ് എന്നുള്ള കാര്യം ചോദിച്ചിട്ടില്ല. ഇനി അത് ചോദിച്ചിട്ടില്ലെങ്കിലും ഇഫ് യു വോണ്ട് ടു റൈറ്റ്, ഇത് ഇമായിൽ ദുർഖായിം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, യു ക്യാൻ റൈറ്റ് ഇറ്റ്, ഇറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. കാരണം ഇവിടെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് എഴുതാനില്ല, ഇറ്റ്സ് എ 5 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ചുരുങ്ങിയതൊരു 5-8 പോയിന്റ്സ് ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കുക, രണ്ട് ഭാഗത്ത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് 5 പോയിന്റ്സ്, നെക്സ്റ്റ് ഭാഗത്ത് 5 പോയിന്റ്സ്, ലൈക്ക് വാട്ട് ഈസ് മെക്കാനിക്കൽ സോളിഡാരിറ്റി, വാട്ട് ഈസ് ഓർഗാനിക് സോളിഡാരിറ്റി. അതിന് ഡിഫറൻസസ് എന്താണെന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പൊ ഡിഫറൻസസ് എഴുതാൻ വേണ്ടി നിങ്ങൾ ടേബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുക. ലൈക്ക് solidarity of oneness, identical values, simple societies, no specialization, അതൊരു ഭാഗത്ത് എഴുതുന്നു. ഇപ്പുറത്തെ ഭാഗത്ത് solidarity of differences, impersonal relations, specialization, complex division of labor. ആ ഒരു രീതിയിൽ ഇപ്പുറത്തെ ഭാഗത്ത് എഴുതി. ആ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ തന്നെ യു ക്യാൻ ഗെറ്റ് ഫുൾ മാർക്ക്. മൂവിങ് ഓൺ. ഈ സെക്ഷനിൽ ഇറ്റ്സ് എ 6 മാർക്ക് ക്വസ്റ്റ്യൻ. അതായത് 3 അഗെയിൻ 31 to 36 നിങ്ങൾ 3 എഴുതിയാൽ മതി. പക്ഷെ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ ക്യാരീസ് 6 മാർക്ക്. അപ്പൊ 6 മാർക്കിനുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ പറയുന്ന ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാൻ. വെരി ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി. ലൈക്ക് എന്താണ് സോഷ്യോളജിയുടെ സ്കോപ്പ് എന്നുള്ളത്. സോ യു നോ ദാറ്റ് ഡിഫറെന്റ് ഫീൽഡ് നമ്മൾ സോഷ്യോളജി പഠിച്ചിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി. വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൊസൈറ്റി. കോമൺ സെൻസിക്കൽ നോളജ് എന്ന് വ്യത്യസ്തമായിട്ട് സമൂഹത്തിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ആൻഡ് വി ഡീൽ വിത്ത് നാഷണൽ ഇഷ്യൂസ്, വി ഡീൽ വിത്ത് ഗ്ലോബൽ ഇഷ്യൂസ്, വി ഡീൽ വിത്ത് വെരി ലോക്കൽ ഇഷ്യൂസ്, അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, ഇതുപോലുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഡീൽ ചെയ്യുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ ആദ്യം ഇങ്ങനെയുള്ള 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു 2 ലൈൻ ഇൻട്രൊഡക്ഷൻ, ലൈക്ക് വാട്ട് ഇസ് ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി, പിന്നെ ആ സോഷ്യോളജി കൊണ്ട് നമുക്കുള്ള ഉപയോഗങ്ങൾ, ഈ സ്കോപ്പ് ഉപയോഗങ്ങൾ എന്തെല്ലാം, uses of sociology, how we use that in the society. അതുപോലെ തന്നെ സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ്, എങ്ങനെ ഏതൊക്കെ ഫീൽഡാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ ആണ് സോഷ്യോളജി പഠിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. അപ്പം ഇവിടെ നമ്മൾ പാരഗ്രാഫ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ട് എഴുതിയാലും മതി. അപ്പം ഈ 2 മെത്തേഡ്സും നിങ്ങൾക്ക് 6 മാർക്ക് ക്വസ്റ്റ്യനിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ എഴുതാവുന്നതാണ്. 6 പോയിന്റ്സ് എഴുതാം. 6 ഇലാബറേറ്റഡ് പോയിന്റ്സ് ആയിരിക്കണം. വളരെ എന്താ പറയാ, സിമ്പിൾ ആയിട്ടുള്ള 1 വേർഡ് പോയിന്റ്സ് അല്ലാതെ കുറച്ച് ഇലാബറേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതുക. കാരണം 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് കുറച്ച് സമയം എടുത്ത് എഴുതേണ്ട ഒരു ഏരിയ ആണ്. സോ ഹിയർ ഡയറക്ട്ലി ഇവിടെയുള്ള ഒരു ആൻസർ എന്നുള്ളത് സ്കോപ്പ് ഓഫ് സോഷ്യോളജി ഇസ് വെരി വൈഡ്, ക്യാൻ സ്റ്റഡി ഫ്രം ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, ഡിഫറെന്റ് ഫീൽഡ് ഓഫ് സൊസൈറ്റി, യൂസസ് ഓഫ് സോഷ്യോളജി. എന്താണ് യൂസസ് ഓഫ് സോഷ്യോളജി അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഫോക്കസ് ഓൺ നാഷണൽ ഇഷ്യൂസ് ആൻഡ് ഗ്ലോബൽ സോഷ്യൽ പ്രോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്കൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നാഷണൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇന്റർനാഷണൽ ഗ്ലോബൽ ഇഷ്യൂസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 6 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. ഇത് വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മളിവിടെ ഒരുപാട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യേണ്ട. 6
ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 6 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 6 മാർക്കും കിട്ടും. സോ വെരി ഡയറക്റ്റ് ആയിട്ട് persistent interaction, stable pattern of interaction, sense of belonging, a definite structure, common norms and values, common interest. ഇത് 6ഉം വളരെ നേരിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ തന്നെ 6 മാർക്ക് കിട്ടും. കാരണം ക്യാരക്ടറിസ്റ്റിക് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് അതിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യാനില്ല, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. നെക്സ്റ്റ് ഇസ് ഡിസ്ക്രൈബ് സർവേ മെത്തേഡ്, അനദർ 6 മാർക്ക് ക്വസ്റ്റ്യൻ. പിന്നെ സർവേ മെത്തേഡ് റിസർച്ച് മെത്തഡോളജിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസർച്ച് ടൂൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു ഡിസ്ക്രൈബ് ഇറ്റിന് കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട്, അതായത് ഒരു 6 മാർക്കിൻ്റെതാണല്ലോ. അപ്പം നമുക്ക് 6 പോയിന്റ്സ് ആയിട്ട് എഴുതുന്നതിൽ പകരം എങ്ങനെയാണ് സർവേ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതായിരിക്കും നന്നാകും. അപ്പം ആ രീതിയിൽ നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യുക. The best known sociological method, it is an attempt to provide an overview. Survey question may be asked and answered in various forms. അങ്ങനെ എഴുതാം. Personal visits by investigator through telephone conversation, sent through post, conducted electronically, email, internet, similar electronic medium. ഇതിങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പാരഗ്രാഫ് വൈസ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം. സർവേ ക്വസ്റ്റ്യൻ may be asked and answered in various forms. The forms are personal visit by investigator, or through telephone conversation, or by post, or using electronic mail. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. അതിന്റെ കൂടെ അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് എഴുതാം. ഇറ്റ് അലൗസ് us to generalize result for a large population by studying a small portion of this population. Make it possible to study large population with a manageable investment of time, effort and money. അതാണ് അതിന്റെ അഡ്വാൻറ്റേജസ്. നിങ്ങൾക്ക് അതിന്റെ കൂടെ വേണമെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആഡ് ചെയ്യാം. സർവേ മെത്തേഡിൽ വരാൻ സാധ്യതയുള്ള എറേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ 3 എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. 3 എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ദെയർ ഇൻ ഡീറ്റെയിൽ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. Pollution is an environmental problem. Global warming is an environmental problem. Resource depletion is an environmental problem. Genetically modified organisms, natural and man-made environmental disasters. ഇത് 5 ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 3 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതിയാൽ മതി. അപ്പം വാട്ട് ആർ ദ റീസൺ ഫോർ ഗ്ലോബൽ വാർമിംഗ്, അതെങ്ങനെയാണ് പിന്നെ സമൂഹത്തിനെ ബാധിക്കുന്നത്, അതെങ്ങനെയാണ് പ്രകൃതിയെ ബാധിക്കുന്നത്, പൊല്യൂഷനുള്ള റീസൺ എന്താണ്, ട്രാൻസ്പോർട്ടേഷന്റെ കൂടുതലാണോ, ലൈക്ക് യുനോ പിന്നെ റോഡിൽ വരുന്ന പൊല്യൂഷൻ ആണോ, അതായത് എയർ പൊല്യൂഷൻ സംഭവിക്കാനുള്ള കാരണം എന്താണ്, അതേപോലെ പിന്നെ യൂസ് ഓഫ് കാർസ് കൂടുന്നതുകൊണ്ടാണോ. അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഹൗ ദീസ് തിങ്സ് ആർ എഫക്ടിങ് ദ എൻവയോൺമെന്റ്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ആൻസറിനെ മോഡിഫൈ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഗിവ് 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്യൂറോക്രാറ്റിക് അതോറിറ്റി, ഡിഫൈൻ ബ്യൂറോക്രസി. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ട്രിക്കിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്താണ്, ബേസിക്കലി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യും. ഇവിടെ ആൻസറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഗിവ് 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്യൂറോക്രാറ്റിക് അതോറിറ്റി ആണ്, ഡിഫൈൻ ബ്യൂറോക്രസി ആണ്. അപ്പം ബേസിക്കലി നമ്മൾ എപ്പോഴും ഒരു കാര്യത്തെ ഡിഫൈൻ ചെയ്തിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ ഹിയർ ക്വസ്റ്റ്യൻ ആസ്കിങ്, അത് ഞാൻ പറഞ്ഞത് ട്രിക്കി നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഷഫിൾ ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആദ്യം തന്നെ എന്താണ് ബ്യൂറോക്രസി എന്ന് പറയാം. ഇസ് എ മോഡ് ഓഫ് ഓർഗനൈസേഷൻ വിച്ച് premised on the separation of the public from the domestic world. This meant that behavior in the public domain was regulated by rules and regulations. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ക്വസ്റ്റ്യനെ ബിഗിൻ ചെയ്യാം, എന്താണ് ബ്യൂറോക്രസി എന്നുള്ള പറഞ്ഞിട്ട്. അതേപോലെ അതാരാണ് സോഷ്യോളജി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, മാക്സ് വെബറിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ കൊണ്ടുവരാം. അതേപോലെ തന്നെ അതിന്റെ 4 ക്യാരക്ടറിസ്റ്റിക്സ്, അത് 4 ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി, കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നില്ല. So functioning of officials, hierarchical ordering of positions, reliance on written documents, office management, contact in office. ഇത് 5 പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 നിങ്ങൾ എഴുതിയാൽ മതി. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ നിങ്ങൾ ബ്യൂറോക്രസി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ട് പിന്നെ ബ്യൂറോക്രാറ്റിക് അതോറിറ്റിയുടെ ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഇന്ന് പറയാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഡയറക്ട്ലി ആൻസർ ദ ക്വസ്റ്റ്യൻ, എന്താണെന്ന് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ട് ബ്യൂറോക്രസി അങ്ങ് ഡിഫൈൻ ചെയ്യും. ഇപ്പം സെൻസിബിൾ ആയിട്ട് ഉള്ള ആൾക്കാരെ പൊതുവെ നമ്മൾ ആദ്യം ബ്യൂറോക്രസി ഡിഫൈൻ ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതുക. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, GS Gure emphasizes 6 features of caste system. What are they? 4 കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പുള്ളി പറയുന്നു. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്കസ് ചെയ്യാൻ പറയുന്നില്ല, വാട്ട് ആർ ദേ, ജസ്റ്റ് അത് എന്താണെന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ നിങ്ങൾ എഴുതിയാൽ മതി. So segmental division, hierarchical division, caste involved restriction on social interaction, choice of occupation, differential rights and duties for different caste, marriage restrictions. ഈ 6 പോയിന്റ്സ് നിങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ you are qualified to get 6 marks.
കാരണം നമ്മൾ അതിന് ഒരുപാട് ഇലാബറേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം അത്ര മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വാട്ട് ആർ ദേ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വാട്ട് ആർ ദേ ആൻഡ് എക്സ്പ്ലെയിൻ എന്നുള്ള കാര്യമൊന്നും അതിലില്ല. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, നമ്മൾ ആദ്യം പേപ്പർ കിട്ടി വാങ്ങി കഴിഞ്ഞിട്ട് ഓരോ കാര്യം, ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴും എങ്ങനെയാണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യനെയും അപ്രോച്ച് ചെയ്യാം, എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനെയും നമ്മൾ അനലൈസ് ചെയ്ത് ആൻസർ ചെയ്യാന്നുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ലാസ്റ്റ് സെക്ഷൻ ആണിത്. ഇവിടെ നിങ്ങൾക്ക് 2 ആൻസർ മാത്രമേ എഴുതാനുള്ളൂ. അത് നിങ്ങൾക്ക് ഏറ്റവും സുഖമുള്ള കാര്യമാണ്, കാരണം 8 മാർക്കിൻ്റെതാണ്. അപ്പം ഏറ്റവും കൂടുതൽ ടൈം എടുക്കാൻ പോകുന്ന ഒരു സെക്ഷൻ ആയിട്ട് അവിടെ നിങ്ങൾ 2 ആൻസർ മാത്രമേ എഴുതുള്ളൂ, 4 ക്വസ്റ്റ്യൻസ്. സോ first question is explain that marriage is a social institution. Next is describe the following: monogamy and its types, different type of polygamy. ഇതാണ് നിങ്ങളുടെ 37th question. അഗെയിൻ 8 മാർക്കിൻ്റെതാണ്. അപ്പൊ നിങ്ങൾ പിന്നെ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ നമ്മൾ ഡിവൈഡ് ചെയ്യാം. എക്ക് 4 ബിക്ക് 4 അങ്ങനെ സംഭവിക്കില്ല, കാരണം ബിയിൽ അഗെയിൻ ദർ ആർ 2 പോയിന്റ്സ് അല്ലേ. അപ്പം ബിക്കാണ് വെയിറ്റേജ് കൂടുതൽ ഉണ്ടാവുക. അപ്പം ഡിസ്ക്രൈബ് ദ ഫോളോയിങ്ങിലായിരിക്കും നമുക്ക് ഓൾമോസ്റ്റ് 6 മാർക്സ് കടന്നു വരും. എ സെക്ഷനിൽ വരുന്നത് ചിലപ്പം 2 മാർക്സ് ആയിരിക്കും. കാരണം എക്സ്പ്ലെയിൻ ദാറ്റ് മാരേജ് ഇസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മാരേജ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ അവിടെ എഴുതുന്നു മാരേജ് ഇസ് എ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ഫോം which is seen in standard form, which is seen in every society. In every society people get married. Marriage the role എന്താണെന്നുള്ള സമൂഹത്തിൽ, ലൈക്ക് പ്രോക്രിയേഷൻ പ്രോസസ് നടക്കുന്നുകൊണ്ടാണ് സമൂഹം നിലനിന്ന് പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഫസ്റ്റ് സെക്ഷനിൽ എഴുതുക. അവിടെ നിങ്ങൾ എഴുതുമ്പോൾ ജസ്റ്റ് 2 or 3 പോയിന്റ്സിൽ മാരേജ് ഇസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ മതി. നെക്സ്റ്റ് വരുമ്പോൾ ഡിസ്ക്രൈബ് ദ ഫോളോയിങ്: മോണോഗമി ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. അപ്പം സ്വാഭാവികമായിട്ടും എന്താണ് മോണോഗമി എന്നുള്ളത് നമ്മൾ എഴുതാം. ലൈക്ക് ഇറ്റ് റെസ്ട്രിക്ട്സ് ദ ഇൻഡിവിജ്വൽ ടു വൺ സ്പൗസ് അറ്റ് എ ടൈം അല്ലെ. അതേപോലെ അതിന്റെ ടൈപ്സ് എഴുതാം. സീരിയൽ മോണോഗമി എന്നുള്ളത് ഇറ്റ്സ് ദെയർ ഇൻ യുവർ ടെക്സ്റ്റ്. സോ ഇൻഡിവിജ്വൽസ് ആർ പെർമിറ്റഡ് ടു മാരി അഗെയിൻ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഫസ്റ്റ് സ്പൗസ് ഓർ ആഫ്റ്റർ ഡിവോഴ്സ്, ബട്ട് ദേ കനോട്ട് ഹാവ് മോർ ദാൻ വൺ സ്പൗസ് അറ്റ് വൺ ആൻഡ് ദ സെയിം ടൈം. അതാണ് അതിന്റെ എന്തുള്ളത്, ഒരു ടൈപ്പ് ഓഫ് മോണോഗമി. അതേപോലെ തന്നെ പോളിഗാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. വാട്ട് ഈസ് പോളിഗാമി എന്ന് എഴുതുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിഗാമി, ഒന്ന് പോളിജൈനിയും അതുപോലെ തന്നെ പോളിആൻഡ്രി എന്ന് എഴുതുക. വാട്ട് ഈസ് പോളിജൈനി എന്ന് എഴുതുക, വൺ ഹസ്ബൻഡ് വിത്ത് 2 or more wives. വാട്ട് ഈസ് പോളിആൻഡ്രി എന്ന് എഴുതുക, വൺ വൈഫ് with 2 or more husbands. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വി ഷുഡ് ഡിവൈഡ്, അതിന്റെ വെയിറ്റേജ് നമ്മൾ ഡിവൈഡ് ചെയ്യണം. കാരണം ഇവിടെ എയില് ജസ്റ്റ് എക്സ്പ്ലെയിൻ മാരേജ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ബിയിൽ വരുന്നത് ഡിസ്ക്രൈബ് ദ ഫോളോയിങ് ആണ്. അപ്പം ബിയില് അഗെയിൻ 1, 2 ഉണ്ട്. അപ്പം അവിടെ കുറച്ച് വെയിറ്റേജ് കൂടുതലായിരിക്കും അങ്ങനെയുള്ള ആൻസേഴ്സ്. അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു സെക്ഷനെ അപ്രോച്ച് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് സോഷ്യലൈസേഷൻ? എന്താണ് സോഷ്യലൈസേഷൻ? നമ്മൾ എഴുതി വെക്കാം. സോഷ്യലൈസേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോസസ് ഇൻ ദ ലൈഫ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഇവിടെ ഒരു ഡിഫറൻസ് എന്നുള്ളത്, വാട്ട് ഈസ് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോഴും ആ ഒരു ക്വസ്റ്റ്യൻ ഏകദേശം 4 മാർക്ക് ക്യാരി ചെയ്യും. കാരണം നേരത്തെ പറഞ്ഞ പോലെ ബിയിൽ സബ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കാരണം എക്സ്പ്ലെയിൻ 3 ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ ആയിരുന്നു. അപ്പം വാട്ട് ഈസ് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോഴും നമ്മൾ ആ 4 മാർക്കിനുള്ള രീതിയിലാണ് എഴുതുന്നത്. അപ്പം അതിനൊരു സ്മോൾ ഇൻട്രൊഡക്ഷൻ, എന്താണ് സോഷ്യലൈസേഷൻ എന്നുള്ളത്, എങ്ങനെയാണ് സോഷ്യലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളത്, അതുപോലെ തന്നെ ഹൗ ഇമ്പോർട്ടൻറ്റ് സോഷ്യലൈസേഷൻ പ്രോസസ് ഈസ് എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യുക, വാട്ട് ഈസ് സോഷ്യലൈസേഷനിൽ എഴുതാം. 3 ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ: ഫാമിലി ഉണ്ട്, പിയർ ഗ്രൂപ്പ് ഉണ്ട്, സ്കൂൾ ഉണ്ട്, മാസ് മീഡിയ ഉണ്ട്, അതുപോലെ മറ്റ് സോഷ്യൽ ഏജൻസീസ് ഉണ്ട്, വർക്ക് പ്ലേസ് ഉണ്ട്, വർക്ക് സ്പേസ് ഉണ്ട്. അപ്പം ഇതിൽ ഏതെങ്കിലും 3 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഹൗ ഫാമിലി ഇസ് എ സോഷ്യലൈസിങ് ഏജന്റ്, ഹൗ ഇറ്റ് ഇസ് എ പ്രൈമറി സോഷ്യലൈസിങ് ഏജന്റ്, ഹൗ അതർ ഏജൻസീസ് ആർ സെക്കൻഡറി സോഷ്യലൈസിങ് ഏജൻസ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുക. മൂവിങ് ഓൺ, അഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പിന്നെ റിസർച്ച് മെത്തഡോളജി സെക്ഷനിലുള്ള. ഡിസ്ക്രൈബ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഇവിടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നിങ്ങൾ എഴുതിയാൽ മതി. 8 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് തന്നെ 4 മെറിറ്റ്സ് എഴുതുക, 4 ഡിമെറിറ്റ്സ് എഴുതുക, ഖലാസ്. കാരണം മെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. പ്രൊവൈഡ്സ് റിച്ച് ആൻഡ് ഡീറ്റെയിൽഡ് പിക്ചർ ഓഫ് ഹൗ പീപ്പിൾ റിയലി ലിവ്. നമ്മൾ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്തിനാ ചെയ്യുന്നതെന്ന് പറയുന്നതിൽ തന്നെ നമ്മൾ തുടങ്ങുന്നത് ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ്. allows correction of initial impressions which may often be mistaken or biased. Flexible, allows for an open mind. Help to avoid many errors or bias that are found in survey. സർവേ മെത്തേഡിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റും. കാരണം പക്ഷേ സർവേ പോലെ ഒരു ഇലാബറേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. അതെന്തായിരിക്കും, സ്വാഭാവികമായിട്ട് നമ്മുടെ ഡിമെറിറ്റ്സ്. Involves long period of intensive research. What the researcher has observed for a small community may not be applicable for larger communities. Not sure whether the result of work is the voice of the people being studied or that of the researcher. It is one-sided relationship. Risk of bias. നമ്മൾ പറഞ്ഞിട്ടുള്ള സബ്ജക്ടിവിറ്റി ആയിട്ടൊക്കെ കണക്റ്റഡ് ആണ്. അപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എഴുതാം, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് 4 മെറിറ്റ് പോയിന്റ്സും 4 ഡിമെറിറ്റ് പോയിന്റ്സും നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ബിക്കോസ്
ഇത് 8 മാർക്ക് കിട്ടുന്ന ഒരു സെക്ഷനാണ്, ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള സെക്ഷനാണ്. അപ്പൊ ആ ഒരു ഏരിയയിലെ സെക്ഷൻ മാർക്ക് നമ്മൾ കൃത്യമായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ നമ്മുടെ A+നെ വരെ ചിലപ്പോൾ അത് ബാധിക്കും. യുനോ 8 മാർക്കിൽ ചിലപ്പോൾ നമുക്ക് 6 മാർക്ക് കിട്ടിയിട്ടുള്ളൂ, അതേപോലെ മറ്റൊരു 8 മാർക്കിൽ നമുക്ക് 6 മാർക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ that will affect the whole score. Last question. Explain 4 courses of social changes. 4 courses explain ചെയ്തു. 4 അല്ല, ഒരുപാട് കോഴ്സസ് സോഷ്യൽ ചേഞ്ചിനുണ്ട്. ഇറ്റ്സ് ദെയർ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ഓൾസോ. നമ്മൾ നമ്മുടെ പ്രെപ്പൈസ് ക്ലാസ്സസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൻവയോൺമെന്റൽ കോഴ്സസ് ഉണ്ട്, ടെക്നോളജിക്കൽ ഉണ്ട്, ഇക്കണോമിക്കൽ ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, കൾച്ചർ ഉണ്ട്, എക്സെട്ര എക്സെട്ര, മറ്റു പല റീസൺസും ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നുള്ളത് 4 ഒന്നുകിൽ എൻവയോൺമെന്റ്, ടെക്നോളജി, ഇക്കോണമി, പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ടെക്നോളജി, ഇക്കോണമി, പൊളിറ്റിക്സ്, കൾച്ചർ എടുക്കാം. ഈ 4 ടോപ്പിക്കും ഒരു 2 സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഈച്ച് ടോപ്പിക് വിൽ ക്യാരി 2 മാർക്സ്. അങ്ങനെയാണ് നിങ്ങൾക്ക് 8 മാർക്ക്. അപ്പം ടെക്നോളജിക്കൽ കോഴ്സസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ടെക്നോളജിയിൽ ചേഞ്ച് വരുമ്പം സമൂഹത്തിൽ മാറ്റം വരുന്നത്, ഹൗ ദ സോഷ്യൽ ഓർഡർ ലോസസ് ഇറ്റ്സ് പാറ്റേൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് ടേക്സ് പ്ലേസ്. അതേപോലെ ഇക്കോണമിയിൽ മാറ്റം വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, പൊളിറ്റിക്സിൽ മാറ്റം വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, കൾച്ചറിൽ മാറ്റം വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, 2 സെന്റൻസിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പം ആ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഹോൾ മാർക്ക് ഇൻ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അപ്പം ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ. സോ നമ്മുടെ ആ ഒരു സെക്ഷൻ ഇസ് കംപ്ലീറ്റഡ്. സോ ഫോർ വാട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഈ ഇത്രയും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് ചെയ്ത് നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ സെക്ഷനെയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന അതേ രീതിയിലായിരിക്കരുത് നമ്മൾ 8 മാർക്കിന്റെ അപ്രോച്ച് ചെയ്യുക. അതേപോലെ 8 മാർക്കിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ 6 മാർക്കിനെ നമ്മൾ അപ്രോച്ച് ചെയ്യരുത്. ടൈം മാനേജ്മെന്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ് ഇൻ സോഷ്യൽ സയൻസ് ആൻഡ് റൈറ്റിംഗ്, പെർട്ടിക്കുലർലി ഇൻ സോഷ്യോളജി. സോഷ്യോളജി മാത്രമല്ല, പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയും ഒക്കെ എടുത്തു കഴിഞ്ഞാലും ടൈം മാനേജ്മെന്റ് എന്താണ് ഇമ്പോർട്ടന്റ്. ഒരു പക്ഷെ നമുക്കറിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യരുത്, എഴുതി വെക്കുക. അപ്പം ടൈം മാനേജ്മെന്റ്. പിന്നെ എപ്പോഴും ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പോകും. ടോട്ടൽ ക്വസ്റ്റ്യൻസ് എത്രയുണ്ടെന്ന് നോക്കാം. ആദ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന 50% ഏതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന 50% ആയിരിക്കണം. കാരണം നമുക്ക് അത് ഒരു ഫസ്റ്റ് 30 മിനിറ്റ്സിലൊക്കെ തീർക്കാൻ പറ്റി കഴിഞ്ഞാൽ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ കുറച്ചും കൂടെ സമയം കിട്ടും. അപ്പം ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യനെ പ്ലാൻ ചെയ്യാൻ. ഫസ്റ്റ് 20 മിനിറ്റ്സ് ഒരിക്കലും പാഴാക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് വായിച്ച് കൃത്യമായിട്ട് ടൈമിംഗ് മാനേജ്മെന്റ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ എക്സാം എഴുതാൻ വേണ്ടി. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ദ വൺ ഹു സ്റ്റാർട്ട്സ് ബെറ്റർ നോസ് ഹൗ ടു എൻഡ് ബെറ്റർ. എങ്ങനെയാണോ നന്നായിട്ട് ഒരാൾക്ക് തുടങ്ങാൻ അറിയുന്നത്, അയാൾക്ക് നന്നായിട്ട് തീർക്കാനും അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ തുടക്കം എപ്പോഴും എന്തായിരിക്കണം, വെരി ആക്യുറേറ്റ് ആയിരിക്കണം, വെരി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, വെരി ഇംപ്രസീവ് കൂടി ആയിരിക്കും. സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു സെക്ഷൻ അനാലിസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So please feel free to share your doubts and other things. I wish everyone all the best. We'll see you in the next session. Till then, take care. Bye.